ഓണാഘോഷത്തിരക്കിലാണ് മലയാളികൾ. പ്രിയപ്പെട്ട മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നാടെങ്ങും ഉത്സവാഘോഷമാണ്. നാടും നഗരവും സജീവമാക്കി ജനങ്ങൾ ഉത്രാടപ്പാച്ചിൽ തിരക്കിലേക്ക്. ഇത്തവണ ഓണം മഴയിൽ മുങ്ങുമോ എന്ന ആശങ്കയുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രജിത്തും പ്രശാന്ത് ജോസഫുമുണ്ട്. ആദ്യം രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ഓണം പറഞ്ഞിങ്ങനെ എത്തി. ഇന്ന് ഉത്രാടമാണ്. അതിൻ്റെ ഒരു തിരക്കിലാണ് മലയാളികളൊക്കെ. ഉത്രാടപ്പാച്ചിലാണ്. ഒപ്പം മഴ വില്ലനാകുമോ ഓണാഘോഷങ്ങൾക്ക്? അങ്ങനൊരു ആശങ്കയുമുണ്ട്. ഓണം കളറാകണമെങ്കിൽ ആദ്യം തന്നെ ഓണപ്പൂക്കളങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് പൂക്കൾക്ക് അത്ര കണ്ട ആവശ്യക്കാർ വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വീടുകളിൽ നിന്നും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ക്ലബ്ബുകളും അപ്പോൾ അങ്ങനെയുള്ള അസോസിയേഷനുകളിലൊക്കെ നീങ്ങിയ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ ഇത്തവണ തിരുവോണത്തിന് തൊട്ട് മുമ്പ് ഇന്ന് ഉത്രാട ദിനത്തിൽ ആഘോഷങ്ങളിലേക്ക് പോകുന്നത്. അത്തരം ക്ലബ്ബുകളുടെയും ഒപ്പം തന്നെ അസോസിയേഷനുകളുടെയും ഓണാഘോഷത്തിന് നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി പൂക്കൾ വാങ്ങാനായി എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. മഴ ഒരു ചെറിയ ബുദ്ധിമുട്ട് എത്തുന്ന ആളുകൾക്കൊക്കെയും വരുത്തുന്നുണ്ട്. കാരണം അത്ര കണ്ട് ആളുകളുടെ ഒരു കുറവ് രാവിലെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഒരു 7 മണിയോട് കൂടി തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കൂടുതൽ പേരും ഈ ആഘോഷ പരിപാടിയിൽ ഇപ്പോൾ ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അത്തരം പൂക്കൾ വാങ്ങുന്നതിനായാണ് കൂടുതൽ ആളുകളും എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെക്ഷൻ കൂടുതലും പൂക്കളുടെ ഒരു ഏരിയയാണ്. ആ പൂക്കളുടെ ഏരിയയിൽ പൂക്കൾ ഇവിടേക്കാണ് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തേക്കൊക്കെയുള്ള പൂക്കൾ ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ തോവാളയിൽ നിന്നൊക്കെയാണ് പൂക്കൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പൂക്കൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. കൂടുതൽ പൂക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് പൂക്കൾ കൊണ്ടുവരുന്നു. ഇത് ഒസൂറിൽ നിന്ന് വരും, ബാംഗ്ലൂരിൽ നിന്ന് വരും, രാജകോട്ടയിൽ നിന്ന് വരും, തോവളയിൽ നിന്ന് വരും, ദിണ്ടിക്കലിൽ നിന്ന് വരും. ഇത്തവണ ഇപ്പം കൂടുതൽ ജമന്തിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇവിടുന്ന് എടുക്കുന്നില്ല. ഇവിടുന്ന് കൃഷിയുണ്ട്, പക്ഷേ എടുക്കുന്ന ജമന്തി അത് ഇരിക്കത്തില്ല. അത് കൂടി മറ്റേതൊക്കെ നമ്മൾ അവിടെ നിന്ന് വരുന്നതാണെങ്കിൽ 2 ദിവസം വരെ ഇരിക്കും. ഇത് ഒരു ദിവസം വൈകിട്ടാകുമ്പോഴത്തേന് തന്നെ ആവശ്യക്കാർ കൂടുതലുണ്ട്. വില കൂടിയിട്ടുണ്ട്. എങ്കിലും ആവശ്യക്കാർ അവിടെ തന്നെ ഈ മഞ്ഞയും ഓറഞ്ചും ഒക്കെ 110, 120 രൂപ വിലയാണ് അവിടെ. പിന്നെ ലഗേജ് താണ്ട ഈ വലിയ വണ്ടി പറഞ്ഞതിന് ഒരു ട്രാക്ക് 150 രൂപ ഒരു ട്രാക്ക് ലഗേജ് കൊടുക്കണം. ആളുകളുണ്ട്, ആവശ്യക്കാരുണ്ട്. എന്നാൽ ആ പഴയ ഒരു റഷ് ഇല്ല ചാലക്കടയിൽ. മഴയൊരു പ്രശ്നമാണ്. മഴയാണ് പ്രശ്നം. 3 ദിവസം കൊണ്ട് ഇത് തന്നെയാണ്. ഇതിനാണ് ഇത്ര നാളെ തിരുവനന്തപുരത്ത് മഴയില്ലാതെ ഒതുക്കി വെച്ചിരുന്നത്, ഓണത്തിന് പെയ്യാൻ വേണ്ടി, നമ്മളെ വയറ്റിലടിക്കാൻ വേണ്ടി. ഇത് തന്നെയാണ് ഓണത്തിന് മഴ ഒരു വലിയ വിഷയമാണ് എന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നത്. ഇനി പച്ചക്കറി മാർക്കറ്റിലും നമ്മൾ നേരത്തെ കയറിയിരുന്നു. അവിടെയും വലിയ തിരക്ക് തുടങ്ങുകയാണ്. ഈ മഴ ഒരു വിഷയമായി മാറുന്നതുകൊണ്ട് തന്നെ അവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും ആഘോഷം കളറാക്കുക എന്നത് എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു ഉത്രാട പാച്ചിൽ അത് ഇപ്പോഴും തിരുവനന്തപുരത്ത് നഗരത്തിലെ എല്ലാ ഇടങ്ങളിലുമായി തുടരുകയുമാണ്.